ഈ കുറേ കാലമെങ്കിലും മലയാള സിനിമയിൽ ഒരു തമിഴ് ആക്ടറിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തമിഴ് ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ തന്നെ അത് ബൈ ഡിഫോൾട്ട് വില്ലനായിരുന്നു കുറേ കാലം വരെയെങ്കിലും. എനിക്കൊന്ന് കുമ്പളങ്ങി നൈറ്റ്സ് തൊട്ടിട്ടാണ് ഇത് വില്ലൻ അപ്പുറത്തേക്ക് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ മലയാളികളെ കൊല്ലാൻ വേണ്ടിയിട്ടോ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടോ മാത്രമല്ല തമിഴൻ വരുന്നത് എന്നുള്ളത് കാണിച്ചു. അപ്പോൾ ആ ഒരു തരംതിരിവുണ്ടായിരുന്നല്ലോ. ഇത് തിരിച്ച് കുറച്ച് തമിഴ് സിനിമയിലുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നാൻകടവുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ വില്ലനെ മലയാളിയാണ്. അങ്ങനെ അവിടെ മലയാളിയും പ്രശ്നക്കാരനായിരുന്നു. ഈ തരംതിരിവിനെ ഇപ്പൊ തൊട്ടിട്ട് കുറച്ചും കൂടി ആളുകളുടെ എല്ലാവരും ഹ്യൂമൻസ് എല്ലാവരിലും നല്ലതുണ്ട് ചീത്തയുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമ ലാംഗ്വേജിലുള്ള ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അതിനെ ജിയോബേബി എങ്ങനെയാ നോക്കി കാണുന്നത്? അത് വളരെ നല്ലതാണല്ലോ. ഇപ്പൊ നമ്മള് കതിറിനെ ഈ ആംഗിളിൽ ഞാൻ കണ്ടിട്ടില്ല. കുറച്ചൊക്കെ ഉണ്ട്. മെയിൻ സ്ട്രീം പടത്തിലെ ഒരു തമിഴ് വില്ല ഇർപ്പാ ഇല്ല. ലൈക് വെൻ യു ആർ ടെല്ലിംഗ് ഐ ആം റീകോളിംഗ് ബിക്കോസ് அந்த சென்ஸ்ல ஐ ஹவ் நாட் சீன். So இப்போ when I am seeing, I mean when you are telling I can sense எல்லாமே அப்படிதான் இருந்திருக்கும் அப்படின்னு. ஏன் அந்த பிரச்சனை தெரியாது. ஆனா ബൈ ഡിഫോൾട്ട് கொஞ்சம் இருக்கு. അല്ല, അത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ള പല പല തീരുമാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സിനിമകൾ വരുമ്പോൾ അത്തരം സിനിമകൾക്ക് കിട്ടുന്ന സപ്പോർട്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ വില്ലൻ നായകൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ നിന്ന് അല്ലെ, ഇപ്പൊ പുതിയ ചിന്തകൾ അങ്ങനെയല്ല. കുറെ കൂടെ നായകന്റെയും വില്ലന്റെയും ഒക്കെ എന്താ പറയാ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും ഒക്കെ ആലോചിച്ച് ഇപ്പൊ സത്യം പറഞ്ഞ സിനിമകള് ഒരു മെന്റൽ ഹെൽത്ത് അഡ്വൈസറോട്ട് ഒരു കൗൺസിലറോടൊക്കെ സംസാരിച്ചിട്ട് സ്ക്രീൻ പ്ലേ ഇനി എഴുതണം, എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഒരു മെന്റൽ സൈഡ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഉള്ള മാറ്റമാണ്. അതിന് സിനിമാക്കാർ മാത്രമല്ല, അതിന് സൊസൈറ്റി ഒന്നടങ്കം അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഉണ്ട്. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റിൽ പ്രേക്ഷകരും കൂടെ ഉണ്ട്, മീഡിയ ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇതിനകത്ത് മിഥുനോട് കുറേ ഏരിയയിൽ ആനന്ദനൊരു അസൂയുണ്ട്. അപ്പം അത് വളരെ നാച്ചുറലായിട്ട് ഹക്കിം പോർട്രേ ചെയ്തിട്ടുള്ള ഈ നാണവും അസൂയൊക്കെ പോർട്രേ ചെയ്യുന്ന സമയത്ത് ഇപ്പം ദേഷ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പേശി മസിലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അഗ്രഷനൊക്കെ കാണിക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ പ്രണയം കാണിക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ അസൂയ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് എന്താ, ആ ഡയറക്ടർ പറയുന്നത് എന്താ ഉൾക്കൊള്ളുക? അതോ ഇല്ല, അങ്ങനെ എനിക്ക് ഞാൻ ചെയ്ത ക്യാരക്ടറുമായിട്ട് എനിക്ക് തീരെ റിലേറ്റബിലിറ്റി എനിക്കില്ലാത്തൊരു ഏരിയ ആണ് ഇനീഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞാനത്ര വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഇമോഷൻസ് ഞാൻ കാണിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ വൈഫിന് മുമ്പിലോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും മാത്രം കാണിച്ചാലുള്ളൂ. പുറത്തങ്ങനെ എനിക്കങ്ങനെ നിൽക്കാനോ അങ്ങനെ കാണിക്കാനോ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. പക്ഷെ ഈ അസൂയ എന്ന് പറയുന്നത് അവൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്, അസൂയയും കുശുമ്പ്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങടെ മകൻ 1.5-2 വയസ്സായിട്ടേ ഉള്ളൂ. അവന് നമ്മള് ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ അവൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും ഇല്ലെങ്കിൽ അവന്റെ മുഖത്ത് വരുന്ന കുശുമ്പ്, വേറൊരു കുട്ടീനെ എടുക്കുമ്പോൾ മുഖത്ത് വരുന്ന കുശുമ്പ്, നമ്മൾ ആലോചിക്കും ഇത് ആര് പഠിപ്പിച്ചു വിട്ടു? ഇത് ഈ മറ്റേ അണ്ണാനും മരങ്കാരം പഠിപ്പിക്കേണ്ട എല്ലാവരും ഉള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തെ കാടിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലേ ഉണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്ന കുറെ സത്യങ്ങളും നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളായിട്ടുള്ളൊരു പ്ലേ ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ പറയുന്ന ചില ഡയലോഗുകളൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് തോന്നി. അതായത് എന്തെങ്കിലും മറക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുമ്പോഴല്ലേ ഓവറായി തോന്നുന്നത്. അങ്ങനത്തെ കുറച്ച് നല്ല വൺ ലൈനേഴ്സ് ഉണ്ട് ഇതിനകത്ത്. എംസിയുടെ റൈറ്റിങ്ങിനെ പറ്റിയിട്ട് എന്താ ഹക്കിമിന് ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഈ സിനിമ പൊതുവെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് മുഴുവൻ പരിപാടി ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു വെൽ റിട്ടൺ സിനിമ. അതൊരു ക്ലാസിക് എന്നൊക്കെ പറയില്ലേ, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി ഒരു ബുക്ക് വായിച്ച ഫീൽ നമുക്ക് കിട്ടും. കാരണം നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ അതിന്റെ ആ കാടും അതിന്റെ ആ ഒരു വന്യതയും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്ന അത്രയും തന്നെ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ റെയറാണ്. കാരണം അത് വായിക്കുമ്പോൾ കിട്ടുന്നത് ക്യാരക്ടേഴ്സിന്റെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അത് പുള്ളിയുടെ റൈറ്റിംഗ് തന്നെയാണ്. പുള്ളി എഴുതിയേക്കുന്ന ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഭയങ്കര രസമാണ്. അത് എൻ്റെ ഇരിപ്പുണ്ട് 1-2 ബേസിക്കലി പുള്ളി നല്ലൊരു റൈറ്ററാണ്. പിന്നെ ഇതിന്റെ
ഇതിനൊരു സിനോപ്സിസ് പോലെ വായിച്ചിരുന്നു. അപ്പൊ അതും അദ്ദേഹത്തിന്റെ ചിന്തകളായിരിക്കണം അതിൽ എഴുതിയത്. അതും അതിൽ ഈ യെല്ലോ ടോൺ ഉപയോഗിച്ചതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇപ്പൊ ഭയങ്കര എക്സ്ട്രീം ആണല്ലോ, ഒന്ന് കടലിന്റെ സൈഡിൽ നിന്ന് കാട്ടിലേക്ക്, ആ യെല്ലോ ടോൺ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ മറ്റേ ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ എല്ലാം ഓരോ ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബേസിക് തോട്ട് വരുന്നത് തന്നെ ഷേക്സ്പിയറിന്റെ ഒരു പ്ലേയിൽ നിന്നാണ്. അപ്പോൾ ഈ പ്ലേയുടെ ആ ഒരു മൊമെന്റ്, ക്രൂഷ്യൽ മൊമെന്റ്, ഞാനത് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത ഏതാ പ്ലേ എന്നുള്ളത്. അപ്പൊ ആ പ്ലേയുടെ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ നിന്നാണ് ബാക്കിലേക്കാണ് നമുക്ക് ആ ഒരു, നമുക്ക് തന്നെ, എനിക്കല്ല, എംസിക്ക് ആ ഒരു തോട്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമാണ്. അതൊരു റൈറ്റർക്ക് മാത്രം ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. ബേസിക്കലി എംസി നല്ലൊരു റൈറ്ററാണ്. അതിൻ്റെയാണ് ആ ഒരു സിനിമ അങ്ങനെ, എന്താണ് പറയാ, ഒരു നല്ലൊരു ബുക്ക് വായിച്ചൊരു ഫീൽ നമുക്ക് കിട്ടുക. ഇതിനകത്തൊരു ലൈനുണ്ട്, ഒരുമിച്ച് നിൽക്കുന്നവരെ വിഘടിപ്പിച്ചാലല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ, അതല്ലേ നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ആംഗിള്. പക്ഷേ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സിനിമയിലെ കഥയിൽ നിൽക്കുന്നത് മാത്രമല്ലല്ലോ. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുമിച്ച് നിൽക്കുന്നവരെ നിങ്ങൾ രണ്ടും രണ്ടാണെന്ന് പറയുന്നിടത്താണ് ഈ പൊളിറ്റിക്സ് ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പരിപാടികളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കാര്യമൊക്കെ എടുത്താൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അല്ലേ? നമുക്ക് ഇന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിലും ഒരുമിച്ച് നിൽക്കും. നമ്മളെല്ലാം ഭയങ്കര യൂണിറ്റി ഉള്ള മനുഷ്യരാണ്. നമ്മളെ ഇവിടെ വന്നിട്ടും നമ്മളെ നിങ്ങളതാണ്, ഞങ്ങളിതാണ്, അവരതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ബോധമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത്. എല്ലാ കാലത്തും ഒരു ട്രിക്കാണത്. கதிர், இந்த படத்தில் நீங்கள் உங்களோட 2 ஃப்ரெண்ட்ஸை அந்த ரெஸ்ட் ஹவுஸுக்கு இன்வைட் பண்ணும்போது ஒரு சிரிப்பு அந்த டோர் ஓப்பன் பண்ணிட்டு அதிலே கொஞ்சம் ஒரு டெவிலிஷ் நேச்சர் இருக்கும். இந்த படத்தில் அந்த ஏரியாவில் த்ரூ அவுட் ஒரு பிளே இருக்குது. உங்ககிட்டையும் கொஞ்சம் சீக்ரெட்ஸ் இருக்குது, அவர்கிட்டையும். அந்த பிளேயை நீங்கள் ஒரு ஆக்டராக எப்படி பார்க்குறீங்க? ஃபர்ஸ்ட் லைக் இந்த ஃபிலிம் பொறுத்த வரைக்கும் ஐ வாஸ் டிஸ்கஸிங் வித் எம்சி சார் ஆல்சோ, லைக் இந்த 2 ஷேட்ஸும் இந்த கேரக்டர் இருக்கும். பிகாஸ் ஒரு எக்ஸ்பீரியன்ஸ் இன் லைஃப் வில் சேஞ்ச் யுவர் கேரக்டர் டோட்டலி. ஒரு அந்த கேரக்டர் வில் சேஞ்ச். இப்போ மீஷாவோட இது இருக்குல்ல, இன் மை கேரக்டர் ஃபர்ஸ்ட் இருக்கிற பியர்டும் மீஷா இருக்கிறப்போ ஒரு கேரக்டர். அப்போது ஃபாரஸ்ட்டில் போகிறப்போ only the Misha will be there. So that இப்போ உள்ள இருக்க இன்னர் பர்சனாலிட்டி will define the facial structure. இப்போ ஃபார் எக்ஸாம்பிள் if I'm in a very lovely mood, இல்லை நீங்கள் வந்து இப்போ ஹாப்பியாக இதுன்னு இருக்கிறப்போ you try to dress up in that way. Yes. You try to groom yourself in that way. Yes. அப்படி தான் இந்த கேரக்டரோட 2 ஷேடும் இருந்தது. அண்ட் மிதுனுக்கு உள்ளே இருக்க பெயினை ஃப்ரெண்ட்ஸ் கிட்ட எப்படி காமிச்சு இது பண்ண முடியுங்கிற ஒரு மீட்டர் இஸ் ஆல்சோ தேர். அண்ட் இந்த மாதிரி ஒரு அந்த ஃபாரஸ்ட்டில் இருக்க போர்ஷன் மாதிரி ஒரு பர்ஃபார்மன்ஸோ இல்லை ஃபாரஸ்ட்டில் இருக்க போர்ஷன் மாதிரி ஐ ஹவ் நெவர் டன். அந்த ஒரு நெகட்டிவ் ஷேடுக்கு உண்டான ஒரு கேரக்டர் ஐ ஹவ் நெவர் டன். ஸோ தட் வாஸ் சேலஞ்சிங் அண்ட் ஐ ரியலி லைக் டூயிங் தட். அதில் ஒரு ஃப்ரீனஸ் உண்டு. இப்போது வில்லன் கேரக்டர்ஸோட இது பண்ணுறப்போ you can go to any boundaries to perform. அதில் அவ்வளோ போக முடியலனாலும் ஒரு மீட்டர் ஆஃப் புஷிங் ஃப்ரம் த ரியாலிட்டி ஒரு ஸ்டெப் அபவ் வாஸ் தேர். ஸோ அது வாஸ் சேலஞ்சிங். எனக்கு ஐ ரியலி லவ்ட் பிளேயிங் த ஃபாரஸ்ட் போர்ஷன்.